ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവ ഒരു പാനിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി തിളച്ച് റവയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഈ വെന്ത് വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്കിനി ഇതിലേക്ക് പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ ഇതൊരു 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാലിന് പകരം സാധാ പശുവും പാൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു 2 കപ്പ് അളവിൽ എടുത്താൽ മതി. ഇനി നല്ലോണം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം റവ ആയതുകൊണ്ട് തന്നെ അടിക്ക് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 2 ഏലക്ക ഒരല്പം പഞ്ചസാരയോടെ പൊടിച്ചു കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേലും കുറച്ച് മുമ്പായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു കഞ്ഞി മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ഉള്ളി വറുത്തിടുമ്പോഴാണ് നമുക്ക് ആ ഒരു തരിക്കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പം ഈ ഒരു കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു തരിക്കഞ്ഞി കുടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഗ്ലാസ്സിലൊക്കെ കുടിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.